ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സ് സബ്ജക്റ്റിൽ വരുന്ന 9ാമത്തെ ചാപ്റ്ററാണ്. ഈക്വൽ ഗ്രൂപ്പ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ പാർട്ട് 4 വരെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്ലാസ് 4 മാത്സ് നോക്കിയാൽ കാണാവുന്നതാണ്. അതല്ലെങ്കിൽ കമൻറ്റിൽ ലിങ്ക് എന്ന് ചോദിച്ചാൽ അയച്ചു തരുന്നതാണ്. സോ നമുക്കിവിടെ ഈ വീഡിയോയിൽ എടുക്കേണ്ടത് 154ാമത്തെ പേജ് മുതലാണ്. ഫിൽ ഇൻ ദ ബിൽ. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. Siyut and Adi bought things of the same price from the school store. സിയൂത്തും ആദിയും സ്കൂൾ സ്റ്റോറിൽ നിന്ന് ഒരേ വിലയുള്ള സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. Their bills are shown below. അവരുടെ ബില്ലാണ് നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ളത്. Some numbers in Adi's bill got erased. ആദിയുടെ ബില്ലിൽ നിന്നും ചില നമ്പേഴ്സ് മാഞ്ഞു പോയിട്ടുണ്ട്. ക്യാൻ യു ഫൈൻഡ് ദം? നിങ്ങൾക്കത് കണ്ടെത്താനാകുമോ? റൈറ്റ് ദം ഇൻ ദ ബിൽ. എന്നിട്ട് കണ്ടെത്തിയിട്ട് അത് താഴെ തന്നിട്ടുള്ള ബില്ലിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം സിയൂത്തിൻ്റെ ബില്ല് നോക്കാം. ഇവിടെ ഐറ്റംസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് സിയൂത്ത് വാങ്ങിയിട്ടുള്ളത്. അടുത്ത 2ാമത്തെ കോളത്തിൽ നമ്പർ, എത്ര എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. 3ാമത്തെ കോളത്തിൽ പ്രൈസ്, അവർക്ക് എത്ര പൈസയാണ് ആയിട്ടുള്ളതെന്ന്. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് നോട്ട്ബുക്കാണ്. 4 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 4 നോട്ട്ബുക്ക് വാങ്ങിയപ്പോൾ 72 റുപ്പീസ്, 72 രൂപയാണ് ആയിട്ടുള്ളത്. അടുത്തത് ചാർട്ട്, 6 എണ്ണം 6 ചാർട്ട് വാങ്ങിയിട്ടുണ്ട്. 30 രൂപയാണ് ആയിട്ടുള്ളത്. അടുത്തത് പെന്ന്, 8 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 72 രൂപയായിട്ടുണ്ട്. സ്കെയില് 10 എണ്ണം 60 രൂപയാണ് ആയിട്ടുള്ളത്. ടോട്ടൽ ഇവിടെ തന്നിട്ടില്ല. നമുക്ക് ഇവിടെ പ്രൈസ് ഒന്ന് കൂട്ടി നോക്കാം. കൂട്ടി നോക്കുമ്പോൾ 72 + 30 + 72 + 60 നമുക്ക് 234, 234 എന്നാണ് ടോട്ടൽ കിട്ടുന്നത്. നിങ്ങൾക്കത് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് നമുക്ക് ആദിയുടെ ബില്ല് നോക്കാം. ആദിയുടെ ബില്ലിലാണ് കുറച്ച് സാധനങ്ങളുടെ പേരുകൾ മാഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നമ്മൾ ഫില്ലാക്കി കൊടുക്കണം. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് പെന്നാണ്. 6 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടില്ല. നമുക്ക് പ്രൈസ് കാണണമെങ്കിൽ 6 ഒരു പെന്നിന് എത്രയാണ് പ്രൈസ് എന്ന് നമുക്കറിയണം. എങ്കിൽ 6 പെന്ന് വാങ്ങിയപ്പോൾ എത്രയാണ് ആദ്യക്ക് പൈസ ആയതെന്ന് നമുക്ക് കണ്ടെത്താനാവുള്ളൂ, അല്ലേ? ഇവിടെ 6 പെന്നാണല്ലോ വാങ്ങിയിട്ടുള്ളത്. ആദ്യം 6 പെന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് സിയൂത്തിൻ്റെ ബില്ലിൽ എവിടെയാണെന്നുള്ളത് നോക്കാം. അവന് 8 പെന്നാണ് വാങ്ങിയിട്ടുള്ളതെന്ന് അവിടെ തന്നിട്ടുണ്ട്. 8 പെന്ന് വാങ്ങിയപ്പോൾ 72 റുപ്പീസാണ് ആയത്. സോ നമുക്ക് എന്ത് കിട്ടി? 8 പെന്നിന് 72 റുപ്പീസ് ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിന് എത്രയാണെന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയില്ലേ? 8 പെന്നിന് 72 രൂപയാണെങ്കിൽ ഒരു പെന്നിൻ്റെ റുപ്പീസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 72 / 8 ചെയ്താൽ മതി. 72 / 8 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഉത്തരം 72 ഹരിക്കണം 8. 72ൽ എത്ര 8 ഉണ്ട്? 7 8 പോവോ? ഇല്ല. 72ൽ നോക്കണം. നമ്മൾ 72ൽ എത്ര 8 പോകും? 72ൽ 9 8കളാണുള്ളത്. 9 × 8 ആണ് 72 എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ എന്താണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? 9 എന്നാണ്. ഒരു പെന്നിൻ്റെ റുപ്പീസ് എത്രയാണ്? 9 രൂപയാണ് ഒരു പെന്നിന് വരുന്നതെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു പെന്നിൻ്റെ വില റുപ്പീസ്, നമ്മൾ പ്രൈസ് എത്രയാണ്? 9 ആണ്. ഇവിടെ ആദ്യം വാങ്ങിയിട്ടുള്ളത് 6 പെന്നാണല്ലോ. 6 പെന്നിന് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാം? ഒരു പെന്നിന് 9 ആണ്. 6 പെന്നിന് കാണാൻ വേണ്ടിയിട്ട് 6 × 9 ചെയ്താൽ മതി. 6 × 9 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 6 × 9 ചെയ്ത് നോക്കിക്കേ, 54 എന്ന് കിട്ടും. 6 × 9 54. നിങ്ങളവിടെ പ്രൈസിൻ്റെ കോളത്തിൽ 54 എന്ന് എഴുതി കൊടുക്കുക. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയതെന്ന് മനസ്സിലായില്ലേ? സിമ്പിളാണ് അല്ലേ? ആദ്യം ഒരു പെന്നിൻ്റെ വില എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തി, എന്നിട്ട് 6 പെന്നിൻ്റെത് കണ്ടു. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ഏതാണ്? സ്കെയിലാണല്ലോ വരുന്നത്.
എത്ര സ്കെയിലാണ് ആദ്യം വാങ്ങിയിട്ടുള്ളത്? 3 സ്കെയിലാണ് വാങ്ങിയിട്ടുള്ളത്. അത് സിയൂത്തിൻ്റെ കോളത്തിൽ സ്കെയിൽ എവിടെയാണെന്ന് നോക്കുക. ഇവിടെ 10 സ്കെയിലാണ് വാങ്ങിയിട്ടുള്ളത്. 60 രൂപയാണ് ആയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് കിട്ടി? 10 സ്കെയിലിന് 60 റുപ്പീസ് ആണെന്ന് കിട്ടി, അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഒരു സ്കെയിലിന് എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. 60 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 0 കട്ട് ചെയ്താളാ. 6 ഡിവൈഡഡ് ബൈ 1 എത്രയാണ്? 6 ആണ്. 6ൽ 6 ഒന്നുകളാണുള്ളത്. നമുക്ക് ആൻസർ 6 എന്ന് കിട്ടി. ഒരു സ്കെയിലിൻ്റെ പ്രൈസ് 6 ആണ്. ഓക്കെ, ഇവിടെ ആദ്യം വാങ്ങിയിട്ടുള്ളത് 3 സ്കെയിലാണ്. അങ്ങനെയാണെങ്കിൽ 3 സ്കെയിലിൻ്റെ പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് 3 × 6 ചെയ്താൽ മതി. ഒരു സ്കെയിലിൻ്റെ വില 6 ആണ്. 3 സ്കെയിൽ വാങ്ങിയിട്ടുണ്ട്. 3 ഗുണിക്കണം 6 എത്രയാണ് കിട്ടുന്നത്? 18. ഇവിടെ സ്കെയിലിൻ്റെ പ്രൈസിൻ്റെ കോളത്തിൽ നിങ്ങൾ 18 എന്ന് എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഐറ്റം എന്താണ്? നോട്ട്ബുക്കാണ് വരുന്നത്. നോട്ട്ബുക്ക് എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട്? 5 നോട്ട്ബുക്കാണ് ഇവിടെ ആദ്യം വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, 5 നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ട്. പ്രൈസ് നമ്മൾ കാണണം. അതിൽ നോട്ട്ബുക്ക് സിയൂത്തിൻ്റെ കോളത്തിൽ എവിടെയാണ് നോട്ട്ബുക്ക് ഉള്ളത് നോക്കുക. ഇത് ആദ്യയുടെ കോളത്തിൽ 5 നോട്ട്ബുക്കാണ്. സിയൂത്തിൻ്റെ കോളത്തിൽ ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കിക്കുക, 4 നോട്ട്ബുക്കാണ് അവൻ വാങ്ങിയിട്ടുള്ളത്. 4 നോട്ട്ബുക്ക് വാങ്ങിയപ്പോൾ എത്രയാണ് പൈസ ആയത്? ₹72 റുപ്പീസാണ് ആയത് പ്രൈസ്. ഓക്കെ, 4 നോട്ട്ബുക്കിന് 72 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നോട്ട്ബുക്കിന് എത്രയാണ് പ്രൈസ് എന്ന് കാണാൻ നമ്മൾ പഠിച്ചല്ലോ. 72 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കിയാൽ മതി. 72 ഡിവൈഡഡ് ബൈ 4 നമുക്ക് ചെയ്യാം. 72 ബൈ 4. എയിൽ എത്ര 4 ഉണ്ട്? ഒരു 4 ആണുള്ളത്. 1 × 4 4 ആണ്. ബാലൻസ് 3 വരും. 2 ഇറക്കി എഴുതും. 32ൽ എത്രയുണ്ട്? 8 × 4 ആണ് 32. നിങ്ങൾ അവിടെ 8 എന്ന് എഴുതി കൊടുക്കുക. 32. സോ നമുക്ക് ഒരു നോട്ട്ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 18 കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആദ്യം വാങ്ങിയിട്ടുള്ളത് 5 നോട്ട്ബുക്സ് ആണ്. സോ നമുക്കിവിടെ 5 നോട്ട്ബുക്കിൻ്റെ പ്രൈസ് കാണാൻ 5 × 18 ചെയ്യാം. 5 × 18 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ആൻസർ 90 കിട്ടും. സോ നിങ്ങൾ അവിടെ പ്രൈസിൻ്റെ കോളത്തിൽ 90 എന്ന് എഴുതി കൊടുക്കുക. നോട്ട്ബുക്കിൻ്റെ പ്രൈസ് 90 ആണ്. ഓക്കെ, ഇതുവരെ ചെയ്തതിൽ സംശയം കാര്യങ്ങളൊന്നുമില്ലല്ലോ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഐറ്റം കൂടിയാണ് കണ്ടെത്താനുള്ളത്. ചാർട്ട് ഇവിടെ ആദ്യം വാങ്ങിയിട്ടുള്ളത് 8 ചാർട്ട്സ് ആണ്. നമുക്കവിടെ സിയൂത്തിൻ്റെ കോളത്തിൽ നോക്കാം. ചാർട്ട് 6 എണ്ണമാണ് അവൻ വാങ്ങിയിട്ടുള്ളത്. 6 എണ്ണം 30 രൂപയാണ് ആയിട്ടുള്ളത്. സോ നമുക്കറിയാം 6 ചാർട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 6 ചാർട്ടിൻ്റെ വില 30 രൂപയാണ്. 30 റുപ്പീസ് ആണ്. ഒരു ചാർട്ടിൻ്റെ വില കാണാൻ നമുക്കറിയാം. 1 ചാർട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതി. 30 ഹരിക്കണം 6. 30ൽ എത്ര 6 ഉണ്ട്? 5. 5 ആണ് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. നമുക്ക് ഒരു ചാർട്ടിൻ്റെ പ്രൈസ് 5 എന്നാണെന്ന് കിട്ടി. ഓക്കെ, പ്രൈസ് ഓഫ് 1 ചാർട്ട് ഈസ് ഈക്വൽ ടു 5. ഇനി നമുക്ക് നെക്സ്റ്റ് എത്രയാണ്? ഇവിടെ ആദ്യം വാങ്ങിയിട്ടുള്ളത് 8 ചാർട്ട്സ് ആണ്. 8 ചാർട്ടിൻ്റെ പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ടിൻ്റെ പ്രൈസ് നമുക്ക് 5 ആണെന്നറിയാം. 8 ചാർട്ടിൻ്റെ പ്രൈസ് 8 × 5 എത്രയാണ്? 40. നമുക്ക് ആൻസർ 40 എന്നാണ് കിട്ടുന്നത്. നിങ്ങൾ അവിടെ ചാർട്ടിൻ്റെ പ്രൈസിൻ്റെ കോളത്തിൽ 40 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ ഐറ്റത്തിൻ്റെയും പ്രൈസ് നമ്മളിവിടെ ആദ്യയുടെ ബില്ലിൽ എല്ലാ ഐറ്റത്തിൻ്റെ പ്രൈസും നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. നമുക്കിവിടെ ഇനി ടോട്ടൽ കാണാം. 54 + 18 + 90 + 40 കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? എല്ലാം 4 ഐറ്റം കൂടി 4 ഐറ്റത്തിൻ്റെ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 202 ആണ്. ഓക്കെ, 202 ആണ് ഇവിടെ ടോട്ടൽ കിട്ടുന്നത്. നമുക്ക് സിയൂത്തിൻ്റെ ബില്ലിൽ എത്രയായിരുന്നു ടോട്ടൽ കിട്ടിയത്? 234 ആണ്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ? ഈ ഒരു പ്രോബ്ലം സിമ്പിൾ ആണ് അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇവിടെ താഴെ നിങ്ങൾക്ക് 2 കോളം തന്നിട്ടുണ്ട്. ഹൗ ഐ കമ്പ്യൂട്ടഡ്, ഞാൻ എങ്ങനെയാണ് കണ്ടെത്തിയത്. ഹൗ മൈ ഫ്രണ്ട് കമ്പ്യൂട്ടഡ്, എൻ്റെ കൂട്ടുകാരൻ എങ്ങനെയാണ് കണ്ടെത്തിയത്. നമ്മൾ കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് ഇവിടെ എഴുതി കൊടുക്കാം.
ആദ്യം നമ്മൾ സിയൂത്തിൻ്റെ ബില്ല് നോക്കിയിട്ട് ഓരോ ഐറ്റത്തിൻ്റെയും വില എത്രയാണെന്ന് കണ്ടെത്തി. എക്സാമ്പിളായിട്ട് ഒന്ന് പറയാം. നോട്ട്ബുക്കിൻ്റെത് 4 എണ്ണത്തിന് 72 രൂപയാണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് വെച്ചിട്ട് ഒരു നോട്ട്ബുക്കിന് 18 രൂപയാണെന്ന് കണ്ടെത്തി. അങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെയും 4 ഐറ്റത്തിൻ്റെയും ഓരോന്നിന് എത്രയാണ് പ്രൈസ് വരുന്നതെന്ന് നമ്മൾ കണ്ടെത്തി. അതിനുശേഷം ആദ്യയുടെ ബില്ലെടുത്തിട്ട് അതിൽ 6 പെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 6 പെന്നിൻ്റെ പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ 6 × 9 ചെയ്തു. അപ്പോൾ 54 എന്ന് കിട്ടി. അങ്ങനെ 4 ഐറ്റത്തിൻ്റെയും ആദ്യയുടെ ബില്ലിലുള്ളതും നമ്മൾ കണ്ടെത്തി. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സോ നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് പേജ് എടുത്തേ. അങ്കിൾ പരമൂസ് ഫ്രൂട്ട് ഷോപ്പ്. ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ ഒരു ഫ്രൂട്ട് ഷോപ്പ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. സോ മെനി ഫ്രൂട്ട്സ് ഇൻ അങ്കിൾ പരമൂസ് ഫ്രൂട്ട് ഷോപ്പ്. കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഇവിടെ പരമൂസിൻ്റെ ഫ്രൂട്ട് ഷോപ്പിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഫ്രൂട്ട്സും അതിൻ്റെ എണ്ണവുമാണ് തന്നിട്ടുള്ളത്. ആപ്പിൾ 35, ഓറഞ്ച് 36, മാംഗോ 50, പൈനാപ്പിൾ 32. അങ്കിൾ പരമു ഈസ് അറേഞ്ചിങ് ദ ഫ്രൂട്ട്സ് ബേസ്ഡ് ഓൺ ദി ടേബിൾ. ഇവിടെ ഈ ടേബിൾ അനുസരിച്ചിട്ടാണ് അങ്കിൾ പരമു ഫ്രൂട്ട്സ് വെക്കുന്നത്. ആപ്പിൾസ് ഈക്വലി ഡിവൈഡഡ് ഇൻറ്റു 7 ട്രേസ്. അങ്ങനെ ആപ്പിൾസിനെ 8 ട്രേയിലാക്കിയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. ഹൗ മെനി ഇൻ ഈച്ച് ട്രേ? ഓരോ ട്രേയിലും എത്ര എണ്ണമാണ് ഉണ്ടാവുന്നത്? ഇവിടെ നിങ്ങൾക്ക് തൊട്ട് മുകളിലുള്ള ബോക്സിൽ എത്ര ആപ്പിൾസ് ആണ് ആ ഷോപ്പിലുള്ളതെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 35 ആപ്പിൾസ് ആണുള്ളത്. ഇവിടെ പരമു അങ്കിൾ എന്താണ് ചെയ്തത്? 35 ആപ്പിൾസിനെ 8 ട്രേയിലാക്കിയിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്തു. അതായത് സെയിം എമൗണ്ട്, ഒരേ സെയിം അളവിലാണ് ഓരോ ട്രേയിലും ഉള്ളത്. അങ്ങനെ 7 ട്രേസ് ഉണ്ട്. ഓക്കെ, 35നെ ആയിട്ട് വീതിച്ചിട്ടുണ്ട്. നമുക്ക് 35 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് നോക്കാം. 35നെ ആയിട്ട് വീതിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 35ൽ എത്ര 7 ഉണ്ട്? 5 ആണ്. 5 × 7 35, ബാലൻസ് 0. സോ ഇവിടെ 35നെ ആയിട്ട് തിരിക്കുമ്പോൾ 5 എന്നാണ് കിട്ടുന്നത്. സോ ഒരു ട്രേയിൽ എത്ര ആപ്പിൾസ് ആണ്? 5 ആപ്പിൾസ് ആണുള്ളത്. രണ്ടാമത്തെ ട്രേയിലും 5 ഉണ്ടാവും. മൂന്നാമത്തതിലും 4ലും 5ലും 6ലും 7ലും ഒക്കെ 5 ആപ്പിൾസ് ആണ്. അങ്ങനെ 5 35 അല്ലേ? 7 ട്രേകളിലാക്കിയിട്ടാണ് മാറ്റിയത്. ഓരോ ട്രേയിലും എത്ര ആപ്പിൾസ് ആണ്? 5 ആപ്പിൾസ് ആണ് വരുന്നത്. സോ നിങ്ങൾ അവിടെ 5 എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഓറഞ്ചസ് ഈക്വലി ഡിവൈഡഡ് ഇൻറ്റു 6 ട്രേസ്. ഓറഞ്ചിനെ 6 ട്രേയിലാക്കിയാണ് മാറ്റുന്നത്. ഇവിടെ ഓറഞ്ച് എത്രയാണ് ബോക്സിൽ നോക്കുക? 36 ഓറഞ്ചസ് ആണുള്ളത്. ഓക്കെ, 36നെ എത്രയായിട്ടാണ് മാറ്റിയത്? 6 ട്രേസിലാണ് വീതിച്ചിട്ടുള്ളത്. നമുക്ക് 36 ഡിവൈഡഡ് ബൈ 6 നോക്കാം. 36നെ 6 ആയിട്ട് വീതിക്കുമ്പോൾ 6, 36ൽ 6 ആണുള്ളത്. നമുക്ക് ആൻസർ 6 എന്ന് കിട്ടി. ഒരു ട്രേയിൽ 6 ഓറഞ്ചസ് ആണ് ഉണ്ടാകുക. ഓക്കെ, 6 ആയിട്ടാണ് ഇവിടെ വീതിച്ചത്. ഒരു ട്രേയിൽ 6 ഓറഞ്ചസ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മാംഗോസിനെ 5 പൈൽസ് ആക്കി 5 കൂട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു കൂട്ടത്തിൽ എത്ര മാംഗോസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ടേബിളിൽ നോക്കുക. 50 മാംഗോസ് ആണല്ലോ. 50നെ 5 കൂട്ടങ്ങളാക്കി ഓരോ 5 എണ്ണമാക്കിയിട്ട് വീതിച്ചിട്ടുണ്ട്. 50ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കുക. 50 ഡിവൈഡഡ് ബൈ 5 നമുക്ക് 10 എന്ന് കിട്ടി. സോ ഇവിടെ ഓരോ കൂട്ടത്തിലും 10 മാങ്ങകളാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് അവിടെ ആൻസറിൽ 10 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൈനാപ്പിൾസ് ഹാങ് അപ്പ് ഇൻ ബഞ്ചസ് ഓഫ് 4. പൈനാപ്പിളിനെ 4 കുലകളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഹൗ മെനി ഇൻ ഈച്ച് ബഞ്ച്? ഓരോ കുലയിലും എത്ര പൈനാപ്പിൾ ഉണ്ട്? ഇവിടെ ടോട്ടൽ കടയിൽ 32 പൈനാപ്പിൾ ആണ്. 32നെയാണ് 4 കുലകളിലായിട്ട് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ കുലയിൽ എത്ര എണ്ണം ഉണ്ടാവും എന്ന് കാണാൻ നമുക്ക് 32 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. 32 ഹരിക്കണം 4 എത്രയാണ്? 8 എന്ന് കിട്ടി. ഓരോ കുലയിലും 8 പൈനാപ്പിൾസ് ആണ് ഉണ്ടാവുക. ഒന്നാമത്തെ കുലയിൽ 8 എണ്ണം ഉണ്ടാവും. രണ്ടാമത്തെ കുലയിൽ 8, 3ൽ 8, 4ൽ 8. അങ്ങനെ 4 കുലകളിലായിട്ട് 8 വീതമാണ് പൈനാപ്പിൾസ് വെക്കുന്നത്. ആകെ ടോട്ടൽ 32 പൈനാപ്പിൾ ആണ് ആവുന്നത്. സോ ഓരോ കുലയിലും 8 പൈനാപ്പിൾസ് വീതമാണ് വെക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് എടുത്തേ. റൈസ് ഡിസ്ട്രിബ്യൂഷൻ, അരി വിതരണമാണ്
Children of Pattumala school are given 5 kilogram of rice each for ഓണം. പറ്റുമല സ്കൂളിലെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും 5 കിലോഗ്രാം അരിയാണ് കൊടുത്തിട്ടുള്ളത്. 37 sacks of rice each with 50 kilograms have reached this school. സ്കൂളിൽ 50 കിലോഗ്രാം ഉള്ള 37 ചാക്കുകളാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ലോറിയിൽ നിന്ന് ഓരോ ചാക്കുകൾ ഇറക്കുന്നുണ്ടല്ലേ. ഓരോ ചാക്കിലും എത്രയാണ് അരിയുള്ളത്? 50 കിലോഗ്രാം അരിയാണുള്ളത്. അങ്ങനത്തെ ലോറിയിൽ 37 ചാക്കുകളുണ്ട്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. 37 ചാക്കുകളുണ്ട്. 37 സാക്സ് ആണുള്ളത്. അതിൽ ഓരോ സാക്സിൻ്റെയും ഓരോ ചാക്കിൻ്റെയും തൂക്കം എന്ന് പറയുന്നത് വെയിറ്റ് 50 കിലോഗ്രാം റൈസ് ആണ്. ഓക്കെ, ഇനി താഴെ നമുക്ക് വായിക്കാം. ടു ഹൗ മെനി ചിൽഡ്രൻ റൈസ് ക്യാൻ ബി ഗിവൺ. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾക്ക് അരി നൽകാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ഡു വി കാൽക്കുലേറ്റ്, നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ഈസ് ഗിവൺ ടു വൺ ചൈൽഡ്. എത്ര കിലോഗ്രാം അരിയാണ് ഓരോ കുട്ടികൾക്കും നൽകുന്നത്? തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട് 5 കിലോഗ്രാം അരിയാണ് ഓരോ കുട്ടികൾക്കും നൽകുന്നത്. സോ നിങ്ങൾ അവിടെ 5 എന്ന് എഴുതി കൊടുക്കുക. ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ഇൻ ഈച്ച് സാക്ക്. ഓരോ ചാക്കിലും എത്ര കിലോഗ്രാം അരിയാണുള്ളത്? 50 കിലോഗ്രാം. അതും നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ 50 എന്ന് എഴുതി കൊടുക്കുക. ദിസ് ക്യാൻ ബി ഗിവൺ ടു ഹൗ മെനി ചിൽഡ്രൻ. ഇത് എത്ര കുട്ടികൾക്ക് നൽകാം? നമുക്ക് 50 കിലോഗ്രാമിനെ 5 കിലോഗ്രാം ആക്കി മാറ്റാം എന്നാണല്ലോ കാണേണ്ടത്. അതായത് 50യിൽ എത്ര 5s ഉണ്ട്? 50 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കിക്കേ, എത്രയാണ്? നമുക്ക് 10 എന്നാണ് ആൻസർ കിട്ടുന്നത്. സോ ഒന്നുകൂടെ പറയാം, ഇവിടെ 1 സാക്കിൽ ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയാണ് ഉള്ളതെന്ന് തന്നിട്ടുണ്ട്. ഓരോ കുട്ടിക്കും നമുക്ക് കൊടുക്കേണ്ടത് 5 കിലോഗ്രാം റൈസ് ആണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അതായത് അപ്പോൾ നമുക്ക് എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കിവിടെ 50നെ എത്ര ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും, 50നെ എത്ര അഞ്ചുകളാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 50 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. നമുക്ക് ആൻസർ 10 എന്ന് കിട്ടും. അതായത് 50നെ 10 അഞ്ചുകളാക്കി മാറ്റാൻ പറ്റും. അതായത് 10 കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും. മനസ്സിലായല്ലോ, നമുക്ക് ആൻസർ 10 എന്ന് കിട്ടി. ഒരു ചാക്കരി നമുക്ക് 10 കുട്ടികൾക്ക് കൊടുക്കാം എന്നാണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയത്. ഇവിടെ ടോട്ടൽ എത്ര സാക്സ് ആണുള്ളത്? 37 ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ചോദിക്കുകയാണ് ഹൗ മെനി ചിൽഡ്രൻ ഓൾ ക്യാൻ ബി ഗിവൺ റൈസ്. എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്നു? ഒരു ചാക്കരി, ഒരു സാക്ക് 10 കുട്ടികൾക്കാണ് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ 37 സാക്സ് നമുക്ക് എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? 37 × 10 370. 370 കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ഹൗ ഐ റീസൺഡ്, എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയിരുന്നത്? നമ്മൾ താഴെ എഴുതിയ കാര്യം നിങ്ങൾ ആ ബോക്സിലേക്ക് എഴുതി കൊടുക്കുക. നമുക്ക് ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. ഗൂസ്ബെറീസ്. മിലാദ് ആൻഡ് വാസു ആർ ഫ്രണ്ട്സ്. മിലാദും വാസും കൂട്ടുകാരാണ്. മിലാദ് ബോട്ട് സം ഗൂസ്ബെറീസ് വിച്ച് ഈസ് മോർ ദാൻ 10 ആൻഡ് ലെസ് ദാൻ 16. മിലാദ് കുറച്ച് ഗൂസ്ബെറീസ് വാങ്ങി. അത് 10 എണ്ണത്തിനെക്കാട്ടിലും കൂടുതലും എന്നാൽ 16 എണ്ണത്തിനെക്കാട്ടിലും കുറവുമാണ്. ഹി ഗേവ് ഹാഫ് ഓഫ് ദം ടു വാസു. അതിൻ്റെ പകുതി അവൻ വാസുവിന് നൽകി. എത്രയാണ് മിലാദ് വാങ്ങിയതെന്ന് ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല. 10ൻ്റെയും 16ൻ്റെയും ഇടയിലാണെന്നാണ് തന്നിട്ടുള്ളത്. വാസു ഡിസ്ട്രിബ്യൂട്ടഡ് ദ ഗൂസ്ബെറീസ് ഈക്വലി ബിറ്റ്വീൻ ഹിസ് 2 ചിൽഡ്രൻ. വാസു അവൻ്റെ 2 കുട്ടികൾക്ക് ഈക്വലായിട്ട് അത് ഗൂസ്ബെറീസ് വീതിച്ച് കൊടുത്തിട്ടുണ്ട്. മിലാദ് ഡിസ്ട്രിബ്യൂട്ടഡ് ദം ഈക്വലി ബിറ്റ്വീൻ ഹിസ് 3 ചിൽഡ്രൻ. മിലാദ് അവൻ്റെ 3 കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിച്ച് കൊടുത്തിട്ടുണ്ട്. ഹൂ ഗോട്ട് മോർ ഗൂസ്ബെറീസ്. ആർക്കായിരിക്കും കൂടുതൽ ഗൂസ്ബെറീസ് കിട്ടിയിട്ടുണ്ടാവുക? വാസു ചിൽഡ്രൻ ഓർ മിലാദ് ചിൽഡ്രൻ. വാസുവിൻ്റെ കുട്ടികൾക്കാണോ മിലാദിൻ്റെ കുട്ടികൾക്കാണോ എന്നാണ് ചോദിച്ചത്. ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ യു ഫൈൻഡ് ഔട്ട്. നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് നിങ്ങൾ പറയാമോ? വാട്ട് ഓൾ നമ്പേഴ്സ് ക്യാൻ ബി ദ നമ്പർ ഓഫ് ഗൂസ്ബെറീസ് മിലാദ് ബോട്ട്. മിലാദ് വാങ്ങിയിട്ടുള്ള ഗൂസ്ബെറീസിൻ്റെ നമ്പേഴ്സ് ഏതൊക്കെയാവാം? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10ൻ്റെക്കാട്ടിലും കൂടുതലാണെന്ന് തന്നിട്ടുണ്ട്, 16ൻ്റെക്കാട്ടിലും കുറവാണെന്ന്. സോ നമുക്ക് ഏതൊക്കെ നമ്പർ ആവാം എന്ന് എഴുതാം. 11, 11, 12, 13, 14, 15. ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും ആവാം അല്ലേ? സോ ഇത് നിങ്ങൾ അവിടെ മുകളിൽ എഴുതി കൊടുക്കുക.
നമ്മളിവിടെ എഴുതിയ നമ്പേഴ്സൊക്കെ 10നെക്കാട്ടിലും കൂടുതലുമാണ്, 16നെക്കാട്ടിലും കൂടുതലാണ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് മിലാദ് വാസുവിന് ഇതിൻ്റെ ഹാഫ് പകുതി നൽകി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ 11നെ നമുക്ക് ഹാഫ് ആക്കാൻ പറ്റുമോ? 11നെ പകുതിയാക്കാൻ പറ്റില്ലല്ലേ. 12നെ നമുക്ക് പകുതിയാക്കാൻ പറ്റും. 6ഉം 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 12 13 ആക്കാൻ പറ്റില്ല. 14 എയും 14. സോ ഇവിടെ ഓഡ് നമ്പേഴ്സിനെ നമുക്ക് പകുതിയാക്കാൻ, അതുകൊണ്ട് തന്നെ അവൻ വാങ്ങിയ നമ്പേഴ്സ് ഓഡല്ല എന്ന് പറയാം. അതായത് 11ഉം ആയിരിക്കില്ല, 13ഉം അല്ല, 15ഉം അല്ല എന്ന് പറയാം. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. പകുതി വാസുവിന് നൽകി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈവൻ നമ്പേഴ്സിനെ മാത്രമേ നമുക്ക് പകുതിയാക്കാൻ പറ്റൂ. സോ അവൻ വാങ്ങിയിട്ടുണ്ടാവുക ഒന്നെങ്കിൽ 12 അല്ലെങ്കിൽ 14 നമ്മൾ കണ്ടെത്തി. 12 മിലാദ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ നമുക്ക് അവിടെ എഴുതി നോക്കാം. നമ്പർ ഓഫ് ഗ്യൂസ്ബെറീസ് മിലാദ് ബോട്ട് 12 എന്ന് എഴുതി കൊടുക്കുക. നമ്പർ ഓഫ് ഗ്യൂസ്ബെറീസ് വാസു ഗോട്ട്, അതിൻ്റെ പകുതിയാണ് വാസുവിന് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾ അവിടെ 12ൻ്റെ പകുതി 6 എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നമ്പർ ഓഫ് ഗ്യൂസ്ബെറീസ് വാസൂസ് ഈച്ച് ചൈൽഡ് ഗോട്ട്, വാസുവിൻ്റെ ഓരോ കുട്ടിക്കും എത്രയാണ് കിട്ടിയതെന്നാണ്. വാസുവിന് എത്ര കുട്ടികളാണ്? 2 കുട്ടികളാണുള്ളത്. അത് ഈക്വലായിട്ട് 2 കുട്ടികൾക്കും നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 6നെ ഈക്വലായിട്ട് 2 ആക്കുമ്പോൾ 3 3 എന്നാണ് വരിക അല്ലേ. സോ ഒരു കുട്ടിക്ക് 3 കിട്ടിയിട്ടുള്ളത്. അടുത്തത് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഗ്യൂസ്ബെറീസ് മിലാദ്സ് ഈച്ച് ചൈൽഡ് ഗോട്ട്, മീലാദിൻ്റെ ഓരോ കുട്ടിക്കും എത്ര എണ്ണമാണ് കിട്ടിയിട്ടുള്ളതെന്നാണ്. മീലാദിന് 3 കുട്ടികളാണുള്ളത്. സോ ഇവിടെ 6നെ 3 മാറ്റുമ്പോൾ 2 2 2 എന്നാണ് വരിക. സോ നമുക്ക് എഴുതാൻ പറ്റും ഓരോ കുട്ടിക്കും കിട്ടിയിട്ടുള്ളത് 2 ഹു ഒബ്റ്റെയിൻഡ് മോർ ഗ്യൂസ്ബെറീസ്, ആർക്കാണ് കൂടുതൽ ഗ്യൂസ്ബെറീസ് കിട്ടിയിട്ടുള്ളത്? വാസുവിൻ്റെ കുട്ടികൾക്കാണ് അല്ലേ. സോ നമുക്ക് വാസൂസ് ചൈൽഡ് എന്ന് എഴുതി കൊടുക്കാം. നമ്മൾ അടുത്തൊരു നമ്പർ പറഞ്ഞിരുന്നു 14 ആയിരുന്നെങ്കിലോ. നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, അങ്ങനെയാണെങ്കിൽ 14 മിലാദ് വാങ്ങുന്നതെങ്കിലോ എന്ന്. നമുക്കത് ശരിയാണെന്ന് നോക്കാം. മിലാദ് ബോട്ട് ഗ്യൂസ്ബെറീസ് നമ്മൾ 14 എന്ന് എഴുതി കൊടുക്കുക. നമ്പർ ഓഫ് ഗ്യൂസ്ബെറീസ് വാസു ഗോട്ട്, വാസുവിന് എത്രയാണ്? അതിൻ്റെ പകുതിയാണ് കൊടുക്കുന്നത്. 14ൻ്റെ പകുതി 7, നിങ്ങൾ അവിടെ 7 എന്ന് എഴുതി കൊടുക്കുക. നമ്പർ ഓഫ് ഗ്യൂസ്ബെറീസ് വാസൂസ് ഈച്ച് ചൈൽഡ് ഗോട്ട്, വാസുവിൻ്റെ ഓരോ കുട്ടിക്കും എത്ര എണ്ണമാണ് കിട്ടുന്നത്? വാസുവിന് 2 കുട്ടികളാണുള്ളത്. നമ്മളിവിടെ എനെ 2 2 ഈക്വൽ പാർട്ടാക്കണം. പക്ഷേ എനെ 2 വീതിക്കാൻ പറ്റില്ലല്ലേ. എ എന്നുള്ളത് ഒരു ഓഡ് നമ്പറാണ്. സോ നമുക്ക് എനെ സെയിം അളവിൽ വീതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 14 എന്ന നമ്പർ എടുക്കാൻ കഴിയില്ല, അത് തെറ്റാണ്. സോ ഇവിടെ ഒരു ആൻസറേ ഉള്ളൂ. നമ്മുടെ ആൻസർ 12 എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തത് താഴെ പറയുന്നത് നോക്കാം. നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം വാസു ബോട്ട് ഗ്യൂസ്ബെറീസ്, വാസു കുറച്ച് ഗ്യൂസ്ബെറീസ് വാങ്ങി. മോർ ദാൻ 20 ആൻഡ് ലെസ് ദാൻ 30, 20നെക്കാട്ടിലും കൂടുതലുണ്ട് എങ്കിലോ 30നെക്കാട്ടിലും കുറവാണ്. ഗീവ് ഹാഫ് ഓഫ് ദം ടു മിലാദ്, അതിൻ്റെ പകുതി മിലാദിന് നൽകി. മിലാദ് ഡിസ്ട്രിബ്യൂട്ടഡ് ദം എമംഗ് 4 ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് വാസു എമംഗ് 3 ഓഫ് ഹിസ് ഫ്രണ്ട്സ്. മിലാദ് അത് അവൻ്റെ 4 കൂട്ടുകാർക്കും വാസു അവൻ്റെ 3 കൂട്ടുകാർക്കും നൽകി. ഹൂസ് ഫ്രണ്ട്സ് ഗോട്ട് മോർ, ഏത് കൂട്ടുകാർക്കാണ് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ മെനി ഗ്യൂസ്ബെറീസ് ഡിഡ് വാസു ബൈ, എത്ര ഗ്യൂസ്ബെറീസ് ആയിരിക്കാം വാസു വാങ്ങിയിട്ടുണ്ടാവുക? 24 ഗ്യൂസ്ബെറീസ് ആണ് വാസു വാങ്ങിയിട്ടുണ്ടാവുക. അതിൻ്റെ പകുതി മിലാദിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ 12 വാസുവിൻ്റെ കയ്യിലും 12 മിലാദിൻ്റെ കയ്യിലുമാണുള്ളത്. മിലാദ് അവൻ്റെ 4 കൂട്ടുകാർക്ക് നൽകി. അപ്പോൾ ഓരോ കൂട്ടുകാർക്കും എത്ര കിട്ടി? 12നെ 4 മാറ്റുമ്പോൾ ഓരോരുത്തർക്കും 3 3 3 3 എന്ന നിലക്കാണല്ലോ കിട്ടുക. ഒരു ഫ്രണ്ടിന് 3 കിട്ടുന്നത്. വാസു അവൻ്റെ 3 കൂട്ടുകാർക്കാണ് നൽകിയത്. അപ്പോൾ ഒരു കൂട്ടുകാരന് 4 കിട്ടും. 4 4 4 12. സോ ആർക്കാണ് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക? വാസുവിൻ്റെ ഫ്രണ്ട്സിനാണ് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങളവിടെ ഹൂസ് ഫ്രണ്ട്സ് ഗോട്ട് മോർ എന്നുള്ള കോളത്തിൽ വാസു എന്ന് എഴുതി കൊടുക്കുക. ഹൗ മെനി ഗൂസ്ബെറീസ് ഡിഡ് വാസു ബൈ എന്ന കോളത്തിൽ 24 എന്നും എഴുതി കൊടുക്കുക.
സോ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നെക്സ്റ്റ് 158ാമത്തെ പേജ് മുതൽ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ആക്കുന്നതാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.